നമ്മൾ നേരത്തെ ദൃശ്യങ്ങൾ കണ്ടതുപോലെ തന്നെ ഫയർഫോഴ്സിന്റെ റെസ്ക്യൂ ബോട്ടുകളൊക്കെ അവിടെ എത്തിയിട്ടുണ്ട്. കൂടുതൽ സ്പോട്ടുകൾ മാർക്ക് ചെയ്ത് അവിടെയൊക്കെ മാറി മാറി ഓരോ ടീമായി തിരച്ചിൽ നടത്താനായിരിക്കും നിലവിലെ അവരുടെ തീരുമാനം. ഇതിനു പുറമെ അതിന്റെ സമീപത്തുള്ള കാടുകളിലേക്ക് അടക്കമൊക്കെ തിരച്ചിൽ വ്യാപിപ്പിക്കുന്നുണ്ട്. അമ്മയുടെ മൊഴി വിശ്വാസത്തിലെടുത്തുകൊണ്ട് പുഴയിൽ തിരച്ചിൽ നടത്തുമ്പോഴും സമാന്തരമായ രീതിയിൽ അതിന്റെ ചുറ്റുപാടുള്ള മേഖലകളിൽ കാടുപിടിച്ച മേഖലയിൽ അടക്കം കല്യാണിക്കുട്ടിയെ തേടിയുള്ള ഒരു തിരച്ചിൽ അവിടെ പുരോഗമിക്കുന്നുണ്ട്. നമ്മൾ ദൃശ്യങ്ങൾ കാണുന്നത് പോലെ ചെറിയ മഴയുണ്ട്. അപ്പോഴും അതൊന്നും വകവെക്കാതെ അവരുടെ ആത്മാർത്ഥമായി തന്നെ എന്തെങ്കിലും ഒരു സാധ്യതകൾ, എന്തെങ്കിലും ഒരു സൂചനകൾ ഉണ്ടോ എന്നുള്ള പരിശോധനയിലാണ്, തെരച്ചിലാണ് സ്കൂബ ടീമും ഫയർഫോഴ്സും നാട്ടുകാരും അടക്കമുള്ള സംഘങ്ങൾ ഈ രാത്രി വൈകിയ മണിക്കൂറുകളിലും തിരച്ചിൽ പുരോഗമിക്കുന്നത്. ഇപ്പോൾ വിഷ്ണു സുരേഷ് കൂടി നമ്മോടൊപ്പം ചെയ്യുന്നു. വിഷ്ണു, നിലവിലെ തിരച്ചിലൊരു സ്വഭാവം അതെങ്ങനെയാണ്? നേരത്തെ പറഞ്ഞതുപോലെ പ്രിസൈസായി ആ പുഴയുടെ സെന്ററിൽ ഒരു സ്പോട്ട് കേന്ദ്രീകരിച്ചുള്ള തിരച്ചിലിന് അപ്പുറത്തേക്ക് പല ടീമുകളായി മാറി പല ലൊക്കേഷനുകൾ കേന്ദ്രീകരിച്ചുള്ള തിരച്ചിലിലേക്ക് കാര്യങ്ങൾ പോയിട്ടുണ്ടോ? സ്പോട്ടുകളായി കേന്ദ്രീകരിച്ച് തന്നെയാണ് പരിശോധന പുരോഗമിക്കുന്നത്. അത് നേരത്തെ ഒരു വശത്തും രണ്ട് വശങ്ങളിലും കേന്ദ്രീകരിച്ച് ഇപ്പോൾ പരിശോധന നടത്തിയിട്ടുണ്ട്. അതായത് പാലത്തിന്റെ മധ്യഭാഗത്തെ ദൃശ്യങ്ങൾ നേരത്തെ നമ്മൾ കാണിച്ചിരുന്നു. അതിനപ്പുറത്തേക്ക് ഇതിന്റെ ഓപ്പോസിറ്റ് വശത്തും ഇപ്പോൾ പരിശോധന നടത്തിയെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. രണ്ട് മേഖലകളിലും പരിശോധന നടത്തുന്നുണ്ട്. പക്ഷെ കാര്യമായ റിസൾട്ടൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇപ്പോൾ മഴ വീണ്ടും ശക്തമാകുന്ന കാഴ്ചയാണ് കാണാനാകുന്നത്. പക്ഷെ അതൊന്നും പരിശോധനയെ ബാധിക്കുന്നുമില്ല. ഇത് ഇപ്പോൾ കാണുന്നത് നേരത്തെ കണ്ട സൈഡല്ല, അതിന്റെ ഓപ്പോസിറ്റ് വശത്താണ് ഇപ്പോൾ പരിശോധന നടത്തുന്നത്. ഒഴുക്ക് ഉള്ള വശത്തേക്കാണ് ഇപ്പോൾ പരിശോധന നടക്കുന്നത്. 6 അംഗ സംഘം തന്നെ പരിശോധന തുടരുകയാണ്. ഡീപ് ഡൈവിംഗ് ഇപ്പോൾ താൽക്കാലികമായി നിർത്തിയിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് ഈ മേഖലകൾ കേന്ദ്രീകരിച്ച് സാധാരണഗതിയിലുള്ള പരിശോധനകളാണ്. ഡീപ് ഡൈവിംഗ് ആവശ്യഘട്ടങ്ങളിൽ മാത്രം, പ്രത്യേകിച്ച് മഴ ഉള്ളൊരു സാഹചര്യത്തിൽ, അതോടൊപ്പം തന്നെ താഴത്ത് ഇത്തരത്തിൽ ഈ മരക്കഷ്ണങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഡീപ് ഡൈവിങ്ങിന് വലിയ പ്രതിസന്ധി ഉണ്ട്. അതുകൊണ്ട് കൃത്യമായ ആ നിലമൊരുക്കിയ ശേഷം അങ്ങോട്ടേക്ക് പരിശോധന നടത്തുന്നത്, അങ്ങനെ മാത്രമാണ് പരിശോധന നടത്തുന്നത്. നാട്ടുകാരൊക്കെ ഇപ്പോഴും ഇവിടെ തന്നെ, ഈ വിവരങ്ങൾ അറിഞ്ഞു വന്ന ആളുകൾ ഇപ്പോഴും ഇവിടെ തന്നെ നിൽക്കുകയാണ്. അവരാരും ഇങ്ങോട്ടും പോയിട്ടില്ല. അവരെല്ലാം ഇതിലൊരു റിസൾട്ട് ഉണ്ടാകും എന്ന പ്രതീക്ഷ കാത്തു നിൽക്കുകയാണ്. ഫയർഫോഴ്സും പോലീസും ഒക്കെ വന്നിട്ടുണ്ട്. കൂടുതൽ യൂണിറ്റുകൾ ഫയർഫോഴ്സിന്റെ എത്തിയിട്ടുണ്ട്. ആദ്യഘട്ടത്തിൽ ഒരു യൂണിറ്റ് ആണെങ്കിൽ ഇപ്പോൾ അതിൽ കൂടുതൽ യൂണിറ്റുകൾ എത്തിച്ചിട്ടുണ്ട്. അതിൽ കൂടുതൽ യൂണിറ്റുകൾ ഇപ്പോൾ എത്തിച്ചിട്ടുണ്ട്. രണ്ട് വശങ്ങളിലും മാറി മാറി പരിശോധന നടത്തുകയാണ്. പാലത്തിന്റെ കൃത്യം മധ്യഭാഗത്തായിട്ട്, അതായത് പാലം ഇരിക്കുന്നതിന്റെ കൃത്യം മധ്യഭാഗത്തായിട്ടാണ് നേരത്തെ പരിശോധന നടന്നത്. ഇപ്പോൾ ഈ പുഴയുടെ മറ്റു ഭാഗങ്ങളിലേക്ക് പരിശോധന, എനിക്ക് തോന്നുന്നതനുസരിച്ച് ഇവർ ഏതെങ്കിലും സ്ഥലം സ്പോട്ട് ചെയ്ത ശേഷം പരിശോധിക്കുന്നതാണ്. കാരണം മറ്റിടങ്ങളിലേക്കൊന്നും പരിശോധന പോയിട്ടില്ല. ഇപ്പോൾ ഈ വിഷ്ണു, ഞാൻ തിരികെ വരാം. ഇപ്പോൾ അമൽ സുരേന്ദ്രൻ ഒരു വിവരം പറയുന്നുണ്ട്. പുഴയിൽ നിന്ന് കുട്ടിയുടെ നിന്ന് സംശയിക്കുന്ന ചില വസ്തുക്കൾ കണ്ടെടുത്തു എന്ന് പറയുന്നു. അമൽ സുരേന്ദ്രനിലേക്ക് നമുക്ക് പോകാം. അമൽ, സ്കൂബ ടീമും ഫയർഫോഴ്സും ഒക്കെ ഇപ്പോൾ പല മേഖലകൾ കേന്ദ്രീകരിച്ച് പരിശോധന നടത്തുകയാണെന്ന് മനസ്സിലാക്കുന്നു. ഈ പോലീസുകാരുടെ അമ്മ കൊടുത്ത മൊഴിയുടെ അടിസ്ഥാനത്തിൽ അവർ സ്പോട്ട് ചെയ്ത ലൊക്കേഷനിൽ തന്നെയാണോ ഇത്തരത്തിൽ കുട്ടിയുടെ നിന്ന് സംശയിക്കുന്ന വസ്തുക്കൾ കണ്ടെത്തിയത്? അതിലൊരു സ്ഥിരീകരണം ഉണ്ടായിട്ടുണ്ടോ? ഇത് കല്യാണിക്കുട്ടിയുടെ തന്നെയാണെന്ന കാര്യത്തിൽ എന്തെങ്കിലും സ്ഥിരീകരണങ്ങൾ ഈ ഘട്ടത്തിലുണ്ടോ? സുഹൈൽ, ഏതായാലും ഇപ്പോൾ തിരച്ചിൽ നടക്കുകയാണ്. പ്രത്യേകിച്ചും പാലത്തിന്റെ തൊട്ടു താഴെയായിട്ട് ഒരു പ്രത്യേക സ്പോട്ടിൽ തന്നെയാണ് ഇപ്പോൾ തിരച്ചിൽ നടക്കുന്നത്. ഇപ്പോൾ ഫയർഫോഴ്സിന്റെ പ്രത്യേക നീന്തൽ വിദഗ്ധ സംഘം, മുങ്ങൽ വിദഗ്ധ സംഘം, ഇവിടെ പുതിയൊരു സംഘം കൂടി ഇവിടെ എത്തിയിട്ടുണ്ട്. ഈ സ്കൂബ ടീമിന് പുറമെയാണ് ഫയർഫോഴ്സിന്റെ സംഘം കൂടി എത്തിയിരിക്കുന്നത്. അതിനിടയിലാണ് ഈ സ്ഥലത്ത് നിന്ന് ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു പാത്രവും മറ്റ് ചില വസ്തുക്കളും കണ്ടെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഇത് സ്വാഭാവികമായിട്ടും ഈ കാണാതായ കുട്ടിയുടേതാണോ എന്നൊരു സംശയമുണ്ടായിരുന്നു. പക്ഷേ അത് കുട്ടിയുടേത് അല്ല എന്നൊരു സ്ഥിരീകരണമാണ് ഇപ്പോൾ തിരച്ചിലിൽ പങ്കെടുത്ത ആളുകളുടെ ഭാഗത്തു നിന്ന് നമുക്കിപ്പോൾ ലഭിക്കുന്നത്. ഒരു ചോറ്റുപാത്രവും ബാഗിന് സമാനമായിട്ടുള്ള കുറച്ച് സാധനങ്ങളുമാണ് ലഭിച്ചത്. പക്ഷെ അത് കുട്ടിയുടേതാവാനുള്ള ഒരു സ്ഥിരീകരണം, കുട്ടിയുടേതായെന്ന് എന്നൊരു സ്ഥിരീകരണം ഇപ്പോൾ ഈ ഒരു മുങ്ങൽ വിദഗ്ധ സംഘത്തിന്റെ ഭാഗമായിരുന്ന ഒരാളോട് നമ്മൾ സംസാരിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് അത് കുട്ടിയുടെ ആവാനുള്ള സാധ്യതകൾ ഇല്ല എന്ന് തന്നെയാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ഏതായാലും ഇപ്പോൾ തിരച്ചിൽ തുടരുകയാണ്. പുതിയൊരു സംഘം കൂടി
കൂടി ഇവിടെ എത്തിയിട്ടുണ്ട്. ഏറ്റവും ഇപ്പോൾ സമയം വളരെ വൈകിയതിനു ശേഷവും തിരച്ചിൽ തുടരുകയാണ്. ഈ തിരച്ചിൽ കുട്ടിയെ കണ്ടുകിട്ടുന്നത് വരെ തുടരും എന്ന് തന്നെയാണ് ഉദ്യോഗസ്ഥരിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രത്യേകിച്ച് നമ്മൾ കാണേണ്ടത് ഇവരൊരു പ്രത്യേക സ്ഥലത്ത് തന്നെയാണ് ഇപ്പോൾ തിരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന് കുറച്ചപ്പുറത്തേക്ക് മാറി നോക്കുവാനോ ഒന്നും നോക്കുന്നില്ല. അതിന്റെ അർത്ഥം കുട്ടിയെ കണ്ടെത്തുവാൻ ഇവർക്ക് സാധിക്കും എന്നൊരു വിശ്വാസത്തിന് പുറത്ത്, അല്ലെങ്കിൽ കൃത്യമായ ഒരു പ്ലാനോട് കൂടി തന്നെയാണ് ഇപ്പോൾ തിരച്ചിൽ നടക്കുന്നത്. അല്ലെങ്കിൽ ഫയർഫോഴ്സ് കൃത്യമായ ഒരു ദിശയിലൂടെയാണ് ഫയർഫോഴ്സും മുങ്ങൽ വിദഗ്ധ സംഘവും പോലീസും പ്രദേശവാസികളും എല്ലാം കൃത്യമായൊരു ദിശ നോക്കി തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് അവർ ഓരോ ചുവടും വെച്ചുകൊണ്ടിരിക്കുന്നത്. ഏതായാലും കുട്ടിയെ ഏറ്റവും അടുത്ത നിമിഷം തന്നെ ലഭിക്കും എന്ന പ്രതീക്ഷയോട് കൂടിയാണ് ഇവിടെ നാട്ടുകാരെല്ലാം. പാലത്തിന് മുകളിലാണെങ്കിലും ഇപ്പോഴും നാട്ടുകാർ കൂടി നിൽപ്പുണ്ട്. ഈ കുട്ടിയെ കാണാൻ സാധിക്കും, കുട്ടിയെ കണ്ടെത്താൻ സാധിക്കും എന്നൊരു പ്രതീക്ഷയോട് കൂടിയാണ് അവരെല്ലാം നിൽക്കുന്നത്. ഏതായാലും ഇപ്പോൾ പുഴയിൽ ഇപ്പോഴും ഒഴുക്ക് കുറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഈ പുഴയുടെ അടിത്തട്ടിലുള്ള ചില വസ്തുക്കളാണ്. അതായത് കഴിഞ്ഞ പ്രളയകാലത്തും മറ്റും പുഴയുടെ അടിത്തട്ടിൽ വന്ന അടിഞ്ഞ തടി കഷ്ണങ്ങളും മറ്റ് വേസ്റ്റുകളും എല്ലാമാണ് തിരച്ചിലിന് ഒരു വിഘാതമായി നിലനിൽക്കുന്നത് എന്നാണ് തിരച്ചിലിൽ പങ്കാളിയായിട്ടുള്ള ഒരു പ്രദേശവാസി അല്പസമയം മുൻപ് നമ്മളോട് പറഞ്ഞത്. ഏതായാലും തിരച്ചിൽ മുന്നേറുകയാണ്. വിദഗ്ധരായിട്ടുള്ള ഫയർഫോഴ്സിന്റെ സംഘം തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്. അവർ തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു തിരച്ചിലിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും അടുത്ത നിമിഷം തന്നെ അവർ പുഴയിലേക്ക് ഇറങ്ങുമെന്നാണ് മനസ്സിലാക്കുന്നത്. സുഹേൽ, എന്തായാലും തിരച്ചിൽ പാതിയിൽ ഉപേക്ഷിക്കാൻ തീരുമാനിച്ചിട്ടില്ല. രാത്രി വൈകിയും കൂടുതൽ യൂണിറ്റ്സുകളൊക്കെ എത്തി മുഴിക്കുളം പുഴയുടെ ഭാഗങ്ങൾ തിരച്ചിൽ ഊർജിതമാക്കാനാണ് ഫയർഫോഴ്സിന്റെയും സ്കൂബ ടീമിന്റെയും നാട്ടുകാരുടെയും പോലീസിന്റെയും പ്രദേശവാസികളുടെ എല്ലാം തീരുമാനം. അവരെല്ലാം എല്ലാ പ്രതിസന്ധികളും മറികടന്നുകൊണ്ട് കല്യാണിക്കുട്ടിയെ കണ്ടെത്താൻ എന്തെങ്കിലും ഒരു സൂചന ലഭിക്കും എന്ന ഒരു വിശ്വാസത്തിൽ അവിടെ തിരച്ചിൽ തുടരുകയാണ്. അമ്മയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഈ പറയുന്ന മുഴിക്കുളം പാലത്ത് പുഴയിൽ ഉപേക്ഷിച്ചു എന്ന മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് രാത്രി വൈകിയും ഇപ്പോൾ ഇവിടെ തെരച്ചിൽ നടക്കുന്നത്. ആ മൊഴിയുടെ അടിസ്ഥാനത്തിൽ തന്നെ നമ്മൾ കാര്യങ്ങൾ വിശകലനം ചെയ്യുകയാണെങ്കിൽ അല്പം വിഷമത്തോടെയാണെങ്കിലും രക്ഷപ്പെടുത്തുന്നതിൻ്റെ ഒരു ഗോൾഡൻ അവേഴ്സ് ഒക്കെ കഴിഞ്ഞു എന്ന സത്യം നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. എന്നാലും പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നു. ആ പറഞ്ഞത് അമ്മ നൽകിയ മൊഴിയേക്ക് അത് നുണയായിരിക്കണമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്ന ജനസമൂഹമാണ് കേരളത്തിലാകെ ഉള്ളത്. എന്തായാലും ഇപ്പോഴും മുഴിക്കുളത്ത് തെരച്ചിൽ തുടരുകയാണ്. സ്കൂബ ടീമുണ്ട്, ഫയർഫോഴ്സ് ഉണ്ട്, നാട്ടുകാർ പ്രദേശവാസികൾ അവരുടെ കുട്ടവഞ്ചികളടക്കം ഇറക്കിക്കൊണ്ടുള്ള തെരച്ചിൽ നടക്കുന്നുണ്ട്. അങ്ങനെ നേരത്തെ പുഴയുടെ മധ്യഭാഗം കേന്ദ്രീകരിച്ച് വളരെ ഒരു കൃത്യമായ ഒരു പ്രിസൈസ് സ്ഥലത്തെടുത്തുള്ള ഒരു തെരച്ചിലായിരുന്നെങ്കിൽ ഇപ്പോൾ കൂടുതൽ മേഖലകളിലേക്ക് അത് വ്യാപിപ്പിച്ചിരിക്കുന്നു. കൂടുതൽ യൂണിറ്റുകൾ എത്തിയിരിക്കുന്നു. പല ടീമുകളായി തിരഞ്ഞ് തെരച്ചിൽ നടത്തുന്നു.